ശാപമോക്ഷമൊഴിയാതെ എസ് കനാൽ. ആലപ്പുഴയിലെ വിവിധയിടങ്ങളിൽ എസ് കനാലിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ. കലവൂരിലെ സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള മാലിന്യം തള്ളുന്നതിനാലാണ് ഈ ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതെന്നും സമീപവാസികൾ ആരോപിക്കുന്നു. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ എസ് കനാൽ പുനരുജ്ജീവന പ്രവർത്തനം നടത്തിയിട്ട് 6 വർഷത്തിലേറെയായി. കനാൽ പ്രദേശം കാടുപിടിച്ച കരയും ജലപാതയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് പലയിടത്തും. കനാലിൽ വീടുകളിലെ മാലിന്യങ്ങളും ടോയ്ലറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ നിലയിലാണ്. കലവൂർ ആനകുത്തിപ്പാലത്തിന് സമീപം ഫാം ഫൈബർ കമ്പനിയിൽ നിന്ന് മാലിന്യങ്ങൾ വലിയ തോതിൽ കനാലിൽ തള്ളുന്നതായും ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിൽ തുടരുന്നതെന്നും സമീപവാസികൾ ആരോപിക്കുന്നു. നമ്മുടെ കൊമ്മാടിയിൽ നിന്ന് തെക്കോട്ടും കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വടക്കോട്ടും ഫുൾ ക്ലീനിങ് ആണ് തോന്നി. ഇതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ഈ ഫാം ഫൈബർ നിൽക്കുന്ന ഇവിടെ മുന്നോട്ടുള്ള ഭാഗം മാത്രം ക്ലീൻ ചെയ്യാതിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് അധികൃതരെ നമ്മൾ പല പ്രാവശ്യം അറിയിച്ച് വർഷങ്ങൾ നമ്മൾ ഇതിന്റെ പുറകെ ഇവരുമായിട്ട് നടന്ന ആരും ഇതിനെപ്പറ്റി നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനോ ഒന്നും പറയുന്നില്ല. ഈ കനാല് 2-3 വർഷം മുൻപ് ക്ലീൻ ചെയ്തപ്പോൾ ഇതിന്റെ 2 സൈഡ്, അതായത് കിഴക്കേ സൈഡിൽ നിന്നും പടിഞ്ഞാറ് സൈഡിൽ നിന്നും JCB വെച്ച് കോരി ഇപ്പോൾ ഇതിനടിയിൽ നിന്ന് മൊത്തം ഗ്രീസാണ്. ചെളി പോലും അല്ല, ഗ്രീസാണ്. സ്മെല്ല് കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നു. പിന്നെ ഇവിടെ ഈ കമ്പനിയുടെ സൈഡിൽ നിന്ന് പുക ഉണ്ടായിരുന്നു. പുകയ്ക്ക് വേണ്ടി ചില സമയത്ത് നമുക്ക് ശ്വാസം ഒക്കെ ഇല്ലാതിരിക്കുന്നത്. ഇത്രയും ഭാഗത്ത് മാത്രം ഇതിന് ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോട് പറയും? ബാക്കി എല്ലാ സ്ഥലത്തും ഫണ്ട് അനുവദിച്ച് ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ മാത്രമേ ഇത് ക്ലീൻ ചെയ്യാതിരിക്കുന്നുള്ളൂ. എസ് കനാലിൻ്റെ വടക്കോട്ട് പോവുകയാണെങ്കിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ ഭാഗം മുതൽ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി വരെയും, അതുപോലെ തന്നെ നഗരസഭയുടെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണഞ്ചേരി പഞ്ചായത്തിൻ്റെ അതിർത്തി എന്ന് വെച്ചാൽ അങ്ങോട്ട് നഗരസഭയുടെ ആ ഭാഗത്തും എല്ലാം ക്ലീനിങ് നടക്കുന്നത്. നടക്കാത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ മണ്ണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഇത്രയും ഭാഗത്താണ് നമുക്ക് നടക്കാറുള്ളത്. പാം ഫൈബർ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് വല്ല താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഇടപെടേണ്ടത്. അവരുടെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇവിടെ നടക്കുന്നു. കാടുകൾ കിടക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഒരുപാട് വേസ്റ്റ് ഇടുന്ന ആൾക്കാർ വരാറുണ്ട്. അറവ് മാലിന്യം, അതുപോലെ കക്കൂസ് മാലിന്യമൊക്കെ കൊണ്ടുവന്ന് ഇടാറുണ്ട്. അപ്പോൾ പല പ്രാവശ്യം പോലീസ് പരാതിപ്പെട്ടിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്ത് ഫാം ഫൈബർ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അതിൻ്റെ ടെൻഷൻ ഇവർക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് പൊല്യൂഷൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. വിഷയത്തിൽ വിവിധ വകുപ്പുകളിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ജനപ്രതിനിധികൾ കമ്പനിക്ക് ഒത്താശ ചെയ്യുകയാണെന്നും അവർ ആരോപിച്ചു. വിഷയത്തിൽ ഉടൻ പരിഹാര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു.